നാട്ടിലെല്ലാവരും ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് വിൽക്കുന്നത് പലതും ഹാൻഡ്ലൂം അല്ല. ഹാൻഡ്ലൂം പട്ടുസാരികളൊന്നും ഒരിക്കലും നമുക്ക് 2000-3000 രൂപയ്ക്ക് കിട്ടില്ല. എനിക്ക് 2 മക്കളെ പോലെയാണ് നവേരയും ഫൽഗുണി. അപ്പൊ മക്കളെ കുറ്റം പറയാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും ചെയ്തു വെക്കണം. ഡെഫിനറ്റ്ലി ഇപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് പറ്റില്ല. ഒരു മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും നമ്മുടെ കസ്റ്റമറും അല്ല. പക്ഷെ വരുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ളൊരു 95+ അങ്ങനെ ഒരു പെർസെന്റേജിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം എന്നൊരു ഇതുണ്ട്. ഈ ഒരു ഐഡിയയിലേക്ക് വന്നപ്പോ ഏത് പേര് സെലക്ട് ചെയ്യും എന്നുള്ളൊരു തോട്ടായിരുന്നു എന്റെ മൈൻഡിൽ വന്നത്. മൊത്തത്തിൽ നോക്കിയപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഒരു പുതിയ തുടക്കം, പിന്നെ ട്രഡീഷണലായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പേര്, ഇതെല്ലാം കൂടി വന്നപ്പോ എനിക്ക് മാച്ചായിട്ട് തോന്നിയത്. എന്റെ പഠനം പൂർത്തിയാക്കി 28ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോടൊപ്പം വന്നിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത്. സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, പക്ഷേ എനിക്കത് റിയലി ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട്പുട്ടും ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഡാമേജ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് 2-3 എണ്ണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. സംതിങ് സ്പെഷ്യലിൽ ഞാനിപ്പോ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഫാൽഗുണിയിൽ തന്നെ. ഇന്ന് ഞങ്ങൾ ഫാൽഗുണിയിൽ വരാനായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫാൽഗുണിയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഫാൽഗുണിയുടെ 3rd ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ആഘോഷത്തിന്റെയും കൂടെ ഭാഗം ഞങ്ങൾ എങ്ങനെ ആവാതിരിക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഫാൽഗുണിയുടെ കൂടെ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ഓരോ പ്രാവശ്യത്തെ വീഡിയോയിൽ പുതിയ കളക്ഷൻസ്, പുതിയത് ഓരോന്നും വന്നിരിക്കുന്നത്, സാരീസിലായിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് കാണിച്ചു തരാൻ രശ്മി, ഫാൽഗുണിയുടെ എല്ലാമായ രശ്മി എപ്പോഴും നമ്മുടെ കൂടെ കൂടാറുണ്ട്. പക്ഷെ ഇന്ന് ആദ്യത്തെ എന്റെ കൂടെ ഞാൻ രശ്മിനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കാരണം ഇന്ന് രശ്മിയുടെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. രശ്മി എങ്ങനെ ഈ ഫാൽഗുണി സ്റ്റാർട്ട് ചെയ്തു, എവിടെ നീ പേര് കണ്ടുപിടിച്ചെടുത്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ് രശ്മി. കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ രശ്മി, പറയ്, ഈ ഫാൽഗുണി എന്നുള്ള പേര് ശരിക്കും രശ്മി തന്നെ കണ്ടുപിടിച്ചതാണോ? അതെ, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ശരിക്കും നമ്മൾ കോവിഡ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ എനിക്ക് വരുന്നത്. ഈ പേഴ്സണലി ട്രഡീഷണലായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്താ പറയാ, അത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളും കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഐഡിയയിലേക്ക് വന്നപ്പോ ഏത് പേര് സെലക്ട് ചെയ്യും എന്നുള്ളൊരു തോട്ടായിരുന്നു എന്റെ മൈൻഡിൽ വന്നത്. 2-3 നെയിംസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷെ അതിലും എനിക്ക് യുണീക്കായിട്ട് കുറച്ച് തോന്നിയത് ഫൽഗുണി എന്ന് പറഞ്ഞ ഈ ഒരു നെയിം ആയിരുന്നു. ബ്യൂട്ടിഫുൾ എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു പ്രോസസ് നടക്കുന്ന സമയത്താണ് ഈ പേര് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ടൈമില് ഫൽഗുൺ മന്തും കൂടെ ആയിരുന്നു. അപ്പൊ ഫൽഗുൺ മന്ത് നിൽക്കുന്ന സമയത്താണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഒരു പുതിയ തുടക്കം, ഇതെല്ലാം ഇതിന്റെ ഒരു മീനിങ്ങും കൂടെ ഉണ്ട് ഈ ഫൽഗുണിക്ക്. പുതിയ തുടക്കം, പിന്നെ ബ്യൂട്ടിഫുൾ, പിന്നെ ട്രഡീഷണലായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പേര്, ഇതെല്ലാം കൂടി വന്നപ്പോ എനിക്ക് മാച്ചായിട്ട് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് ആ മന്തിൽ എടുക്കാൻ പറ്റുന്നത് ഫൽഗുണി തന്നെയായിരുന്നു. അപ്പൊ സാൻസ്ക്രിത് വേർഡായിരുന്നു ഫൽഗുൺ എന്ന് പറയുന്നത്. അതുമായിട്ട് മാച്ച് വന്നപ്പോ ഒരു ലേഡി റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫൽഗുണി എന്നുള്ള പേര് കൊടുത്ത് അതിനൊന്ന് പോളിഷ് ചെയ്ത് ഫൽഗുണിയാക്കി. ഇന്നിപ്പോ ഫൽഗുണി വന്ന് നിൽക്കുന്നത് 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടാണ്. ഫൽഗുണി തുടങ്ങിയതും ഇപ്പൊ 3ാമത്തെ കൊല്ലം നമ്മൾ നിൽക്കുന്നതും തൃശ്ശൂര് തന്നെ. പക്ഷേ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ടും ഈ ഒരു സംഭവം ആയതുകൊണ്ടും തീർച്ചയായിട്ടും എല്ലാവരും ഫൽഗുണി തൃശ്ശൂരേ ഉള്ളൂ. എന്റെ അടുത്ത് തന്നെ, കാരണം ഞാൻ പ്രോഗ്രാമിലൊക്കെ എപ്പോഴും ഇപ്പൊ ഫൽഗുണിയുടെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ടും ആൾക്കാർ നമ്മളിപ്പോ അസോസിയേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെയും എല്ലാവരും ചോദിക്കും ഫൽഗുണി ഉടനെ എറണാകുളത്തുണ്ടോ, വേറെ എവിടെയൊക്കെയാ ഉള്ളതെന്നുള്ളത്. സോ ഈ ഒരു 3 ഇയേഴ്സിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? എക്സ്പാൻഷൻ നമ്മൾ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈശ്വര അനുഗ്രഹം അതിനകത്ത് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അതിനൊരു ടൈം ആകുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പൊ അതിനുള്ള റിസൾട്ട് അതിന് ഓൺ ടൈമില് തരുന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം ഇനി എവിടെയൊക്കെ ഫൽഗുണി വരും എന്നുള്ള കാര്യം. രശ്മി, ഇപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഒരു ക്ലോത്തിങ് സ്റ്റോർ ഇത് ഫൽഗുണി ഉണ്ട്. അതേപോലെ തന്നെ ഹസ്ബൻഡും രശ്മിയും കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ബിൽഡിംഗ് സൈഡിലും ഉണ്ട് അല്ലെ? അങ്ങനെ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഒരു ഓൺട്രപ്രനർ ആണ് രശ്മി എന്ന് പറയുന്നത്. ആക്ച്വലി ഏത് ഏജിലാണ്, അച്ഛനൊക്കെ ആയിട്ട് തന്നെ ബിസിനസ്സുകാരാണോ, ഏത് ഏജിലാണ് രശ്മി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തത്? എന്റെ വീട്ടില് ആക്ച്വലി ആരും ബിസിനസ്സുകാരല്ല. അവരെല്ലാരും ഇപ്പൊ എന്താ, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു. ഇപ്പൊ കോൺട്രാക്ട് റിലേറ്റഡ് അതിൽ അങ്ങനെ വർക്ക് എടുത്ത് ചെയ്തിട്ടുള്ള ആളാണ്. ബോംബെയിലായിരുന്നു. അമ്മയെ സംബന്ധിച്ച് അമ്മ ഹൗസ് വൈഫ് ആണ്. അപ്പം അമ്മയ്ക്ക് പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു. അമ്മ അത് ചെയ്തിട്ടുമുണ്ട്.
അപ്പം അല്ലാതെ ഞാൻ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു ബിസിനസ് ഐഡിയാസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഞാൻ വീട്ടിലങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ പഠനം പൂർത്തിയാക്കി എനിക്ക് 28ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോടൊപ്പം വന്നിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത്. അത് റിയൽ എസ്റ്റേറ്റിലാണ് എൻ്റർ ആവുന്നത്. രാഹുൽ നേരത്തെ മുതൽ ബിസിനസ്സിൽ തന്നെയാണ്? അല്ല, ആ പ്രായത്തിൽ തന്നെയാണ്. ആളും ഇതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എടുത്തൊരു ഡിസിഷൻ ആണ് ശരിക്കും ബിസിനസ്സിലേക്ക് തുടങ്ങാം എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ കൂടിയതാണ്. കൂടി അപ്പൊ എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. അപ്പൊ എൻ്റെ ഡിഫറെന്റ് ഫീൽഡാണ്. ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് തന്നെയാണ് ആളിനോടൊപ്പം കൂടി എനിക്കത് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത്. പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് എന്നാലാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ല, വീട്ടിലാരും ബിസിനസ് ഇതായിട്ടൊന്നും ഇല്ല. എന്റെ വീട്ടിൽ ആരും ഇല്ല. ബിസിനസ് പഠിച്ചിട്ടും ഇല്ല. ബിസിനസ് ആരും പഠിച്ചിട്ടുമില്ല. എന്നിട്ട് ഇപ്പൊ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്തിട്ട് അപ്പൊ ഇപ്പൊ കുറച്ച് വർഷങ്ങളായി. അതെ. അപ്പൊ തുടങ്ങിയ സമയത്ത് ചെയ്ത ഫസ്റ്റ് ബിസിനസ് എന്താ? അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് നവേര എന്നാണ്. അത് തൃശ്ശൂർ ബേസ്ഡ് ആണുള്ളത്. അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വില്ലാസ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ലാൻഡ് അക്വയർ ചെയ്ത് അതിനുശേഷം അതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ റെറ രജിസ്ട്രേഷൻ എടുത്ത് പ്രൊജക്ട് സെല്ലിംഗ് ആണ്. അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് ആണ് അതിൽ. അപ്പൊ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ്. അപ്പൊ കോവിഡിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് തന്നെ പറയാം. നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞു, പ്രൊജക്ട് നമ്മൾ ലാൻഡ് എടുത്ത ഉടനെ തന്നെ കോവിഡ് ആയി. പിന്നെ അതിനുശേഷമുള്ള സ്ട്രഗിൾസ് വളരെ കൂടുതലായിരുന്നു. കാരണം നമുക്ക് റോ മെറ്റീരിയൽസ് ഇതിനുള്ള എന്താ പറയാ പല കാര്യങ്ങളും നമുക്ക് കൺസ്ട്രക്ഷനിൽ അറിയാമല്ലോ. ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ നമുക്ക് വളരെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം ഈ എല്ലാ മെറ്റീരിയൽ കിട്ടാനും അതിനുള്ള കാലതാമസങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടാണ് ആ ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ദൈവം സഹായിച്ച് അതിനുശേഷമാണ് നമ്മുടെ ഫൽഗുണി വരുന്നത്. എനിക്ക് ശരിക്കും എന്റെ 2 മക്കളെന്ന് തന്നെ പറയാം. രണ്ടുപേരും. നവേര തുടങ്ങിയിട്ട് എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 6 ഇയേഴ്സ് ആയിട്ടുണ്ട്. മൂത്ത കുട്ടിക്ക് 6 ഇയേഴ്സ്. അതെ, ഇളയ കുട്ടിക്ക് 3 വയസ്സ്. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഒരേ ഇതിൽ തന്നെ. പിന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് തൃശ്ശൂർ എന്തുകൊണ്ട് തുടങ്ങി എന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും വിശ്വസിക്കുന്നു. നിങ്ങൾ പിന്നെ തൃശ്ശൂർ ബേസ് ആയിട്ടാണല്ലോ. തൃശ്ശൂർ ബേസ് ആയിട്ടാണ്. എങ്കിലും തൃശ്ശൂരിനെ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നുള്ളത് വെച്ചാൽ ഇവിടെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോ അതിനൊരു കല ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കല സൃഷ്ടിയായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ഇൻവോൾവ് ആണ്. കൾച്ചറിനെ കീപ്പ് ചെയ്തുകൊണ്ടൊരു മോഡേൺ ഇതിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു നഗരമാണ്. അപ്പൊ അതിലെനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ ബെറ്റർ ആവും തോന്നി. അതുകൊണ്ടാണ് ഇവിടെ നമ്മള് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസണും. അതാണ് നവേരയും ഫൽഗുണിയും രണ്ടും തൃശ്ശൂർ തന്നെ നിൽക്കുന്നത്. ഇപ്പൊ ഈ നവേര എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ബിസിനസ് ഇതാണ്. നിങ്ങൾ അവിടുത്തെ ചാലഞ്ചും അവിടുത്തെ സ്ട്രാറ്റജിയും കാര്യങ്ങളും വർക്ക് പാറ്റേണും എല്ലാം ഡിഫറെന്റ്. ഇത് നേരെ ഒരു ക്ലോതിങ് ഇതിലേക്ക് വരുന്നത്, ഇതും വേറെ ഡിഫറെന്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം രാഹുലും രശ്മിയും ഈ രണ്ടിലും നിങ്ങൾ ഇൻവോൾവ് ആണ്. രണ്ടിന്റെയും പ്രഷറും രണ്ടിന്റെയും അകത്ത് നിങ്ങൾ ഫുള്ളി ഇൻവോൾവ് ആകുമ്പോൾ ശരിക്കും ആക്ച്വലി ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലേ? സ്ട്രെസ്ഫുൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെ എനിക്കത് റിയലി ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. പല സമയത്തും എനിക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രഷറും ചലഞ്ചസും ചില ദിവസങ്ങളിൽ കുറവായിട്ടിരുന്നാൽ അത് അനുഗ്രഹം തന്നെയാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഈ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട്പുട്ടും ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് പ്രഷർ അല്ലെങ്കിൽ ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ വർക്ക് ചെയ്യും. കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നാളേക്ക് അത് ചിലപ്പം നല്ലൊരു റിസൾട്ട് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ സ്ട്രെസ് റിലീസ് ചെയ്ത് നമുക്ക് വളരെ എന്താ പറയാ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ ലെവലായിരിക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ചസ് കൂടുമ്പോൾ നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സ്വന്തം മൈൻഡിനെ കുറച്ചും കൂടെ ചിന്തിപ്പിക്കും. അതെന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് പുതുമയായിട്ട് അതിനകത്ത് ചെയ്തു കൊടുക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് കൊണ്ടിട്ട് അതിന് പോസിറ്റീവ് റിസൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിപ്പോ ഒരു ഇപ്പൊ പ്രഷർ കിട്ടണം എന്നല്ല, എന്താ പറയാ ഒരു ക്രൈസിസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു പ്രഷർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്പൊ ഇപ്പം വളരെ സ്ട്രോങ് ആയി ഓൾ ദ മോർ ബിസിനസ്. അത് സ്ട്രോങ് ആക്കിയത് ശരിക്കും നവേര എന്നുള്ളൊരു കമ്പനിയാണ്. എന്നെ അത്രയും ബോൾഡ് ആക്കാൻ സഹായിച്ചത് ആ ഒരു കമ്പനിയാണ്. അതിപ്പോ എനിക്ക് ഇവിടെയും കൂടെ അത് യൂസ്ഫുൾ ആയി വരുന്നുണ്ട്. രണ്ടിനകത്തും രണ്ട് മേഖലയാണെങ്കിലും ഇത് രണ്ടും ബിസിനസ് ആണല്ലോ. സോ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കോറിലേഷൻ കാണുന്നുണ്ടോ? രണ്ടിലും കോമൺ ആയിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് ക്രിയേറ്റിവിറ്റിയാണ്.
ഓക്കെ. രണ്ടിലും ഉണ്ടത്. ഇപ്പൊ നമുക്കൊരു ക്രാഫ്റ്റ്മാൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ട്രഡീഷൻ, ഒരാളുടെ ടൈം, ഇതിനെയൊക്കെ വാല്യൂ ചെയ്യുന്നതാണ് ഫൽഗുണിയിലെ വർക്കുകളെല്ലാം വരുന്നത്. ഇതുപോലെ തന്നെ വരുന്നതാണ് നവേര. നവേരയിൽ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ നമ്മളൊരു ലാൻഡ്, ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു ലാൻഡിൽ, ആ ലാൻഡിൽ ആ ഒരൊറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. ആ ഒരു ബിൽഡിങ്ങിന്റെ ലുക്ക് വൈസ് നമുക്ക് എത്രയൊക്കെ വേറൊരു ലാൻഡിൽ ഒരു ബിൽഡിംഗ് കൊണ്ടുവരാൻ നോക്കിയാലും അതിന്റെ ഡെയിലി റൂൾസ് ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ആ ജനലിലൂടെ കാണുന്ന വ്യൂ ആയിരിക്കില്ല വേറൊരു ബിൽഡിങ്ങിൽ സെയിം ലൊക്കാലിറ്റിയിൽ അടുത്ത ബിൽഡിങ്ങിൽ പോയി കാണുന്ന വ്യൂ. അപ്പൊ എപ്പോഴും അതൊരു ക്രിയേറ്റിവിറ്റിയുടെ പാർട്ടാണ്. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് ആണ് എലമെന്റ്. അത് രണ്ടിലും ഒരുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് പ്ലാനിങ്, പിന്നെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് കൂടുതൽ റിയൽ എസ്റ്റേറ്റിലാണ് വരുന്നത്. നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നാൽ ലീഗൽ ക്ലാരിറ്റി അതിനുണ്ടാവണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടതാണ്. പിന്നെ നമ്മുടെ സ്ട്രാറ്റജീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന നാളത്തെ ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. റിയൽ എസ്റ്റേറ്റ് അറിയാലോ, ഇപ്പൊ ഒരു വീട് വാങ്ങുന്ന ആൾക്ക് അത് ആ ഒരു അപ്രീസിയേഷൻ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ചിലപ്പോൾ മറിച്ച് വിൽക്കുന്നവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരത് താമസത്തിന് വേണ്ടി അടുത്ത ജനറേഷന് കൈമാറുന്നവരായിരിക്കാം. അപ്പൊ ഇതിൽ രണ്ടിലും അവർക്കൊരു വെൽത്ത് ക്രിയേഷൻ ആണ്. തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ക്രാഫ്റ്റിനെ, അല്ലെങ്കിൽ നമ്മൾ രാജ്യമെമ്പാടുമുള്ള പല കമ്മ്യൂണിറ്റിക്ക് പല പല തുണിത്തരങ്ങളുള്ളത്. അപ്പൊ അതിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യിക്കുക, അതിനെ ഒരു എന്താ പറയാ ക്രാഫ്റ്റ്മാൻഷിപ്പിന് വാല്യൂ കൊടുക്കുക എന്നുള്ളൊരു ബിസിനസ്സാണ്. അപ്പൊ രണ്ടും രണ്ട് സെഗ്മെന്റ് ആണ്. പക്ഷെ രണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബേസിക് നീഡാണ് ശരിക്കും. ഒരു വീടായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, ഇപ്പൊ പലർക്കും അത് സെക്കൻഡ് ഹോം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ഒരു ബേസിക് നീഡാണ്. പിന്നെ ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലും റെന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കൂടുതൽ പേരും ആ ഇൻവെസ്റ്റ്മെന്റിനെ എന്താ പറയുക അവരതിനെ റിട്ടേൺ എടുക്കുക. അപ്പൊ റിട്ടേൺ എടുക്കുന്ന സമയത്ത് ആ റെന്റിന് വന്ന് താമസിക്കുന്ന ആൾക്ക് അതൊരു ബേസിക് നീഡ് ആയിരിക്കും. അപ്പൊ എപ്പോഴും അത് ഇന്റർ കണക്റ്റഡ് ആണ് ആ കാര്യങ്ങള്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ രണ്ട് സ്ഥലവും, രാഹുൽ ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ സൈഡ് നോക്കുന്നു, രശ്മി ക്ലോതിങ്ങിന്റെ നോക്കുന്നു എന്നുള്ളതല്ല, രണ്ടുപേരും ഇൻവോൾവ് ആണ്. ഓക്കെ ഓക്കെ. നമുക്ക് ഫാൽഗുണിയുടെ ഈ ഒരു 3 years എന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം കൊണ്ട്, ഫാൽഗുണി എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങി ഇന്നിപ്പോ 3 വർഷം നിൽക്കുമ്പോൾ രശ്മിയുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മ, ഫാൽഗുണിയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മ, അതെന്തായിരിക്കും? അത് ശരിക്കും ഇവിടെ വന്നിട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ബില്ലിംഗ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് ഫസ്റ്റ് കസ്റ്റമറുടെ റെസ്പോൺസ് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഒരാൾ മാത്രം വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു കാര്യം കണ്ട് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് വേഗം ഒന്ന് ബില്ലാക്കി തരുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ശരിക്കും ഇപ്പൊ നമ്മൾ ബില്ല് എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടിരിക്കണം, എന്നിട്ട് അത് ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ശരി, അത് ബില്ല് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അവരത് ഇട്ടിട്ട് ഇറങ്ങി വന്ന് ട്രയൽ റൂമിൽ നിന്ന് ഇട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം വാവുന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ട് ആ ഫസ്റ്റ് എമൗണ്ട് വാങ്ങിയപ്പോ കിട്ടുന്ന ഒരു സന്തോഷം സ്റ്റിൽ അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ വന്നത് വാങ്ങിയിട്ട് പോകുമ്പം അല്ലെങ്കിൽ ആംബിയൻസ് കൊള്ളാം, അല്ലെങ്കിൽ ക്ലോത്തിങ് സ്റ്റോർ കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന അഭിപ്രായം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആണ്. വീണ്ടും വീണ്ടും അവർ ഇട്ടിറങ്ങുമ്പോ കാണുന്ന ഒരു നമ്മുടെ ഡ്രസ്സ് അവരിട്ട് അവരിലെ ആ ഒരു തൃപ്തി കാണുമ്പോൾ അവരെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാണ് നമ്മുടെ ഡ്രസ്സ് അല്ലേ. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഫീൽ ആയിട്ടുള്ളത്. കാരണം അതിന്റെ ഫസ്റ്റ് ബില്ലിങ്ങിൽ വന്നപ്പോ ആ കുട്ടി ഇട്ടിറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്തത് പറഞ്ഞത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓർമ്മയുണ്ടോ എത്രയായിരുന്നു ആ ബില്ലെന്ന്? ഒരു 2399 ഒരു കുർത്തയായിരുന്നു. അതെ, ഈവനിങ് ടൈമിൽ വന്ന എടുത്ത ആളാണ്. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ആയി. അന്ന് അത് കളക്ട് ചെയ്ത എമൗണ്ടിന് ശരിക്കും എമൗണ്ടിലുപരി നമുക്ക് എമൗണ്ടോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ പ്രോഫിറ്റ് അതൊന്നും അല്ല, അതിലുപരി അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ബില്ലിങ്ങിന്റെ. എത്രയാന്ന് പറഞ്ഞാലും ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നിങ്ങൾ ഇരുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇതിന്റെ ഒരു ടേൺ ഓവറിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എത്രയായാലും ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ആൾക്കാരിലേക്ക് എത്തി ഇതൊന്ന് അറിഞ്ഞ് പിന്നെ ഇതൊന്ന് വരുമ്പോൾ. പക്ഷെ രശ്മിയെ സംബന്ധിച്ച് ഈ ഫാൽഗുണി തുടങ്ങിയിട്ട് എത്ര നാള് അങ്ങനെ ഒരു പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു? എനിക്കൊന്ന് 1 year എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഓരോ ഓണമെങ്കിലും ഉണ്ണണം എന്നൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഏതൊരു ഇതൊക്കെ ഒരു കുഞ്ഞ് ജനിച്ച് വരുന്നതിനാലും ഓണം ഉണ്ട് കഴിയുമ്പോഴാണല്ലോ അതിനൊരു ആൾക്കാരൊക്കെ അറിഞ്ഞത് പിച്ച വെച്ച് നടന്ന് അങ്ങനെ വരുന്ന ഒരു പ്രായമുണ്ടല്ലോ. ആ സെയിം എനിക്ക് തോന്നുന്നു ആ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ബിസിനസ്സിലും വരുന്നത്. ഓരോ ഓണം ഉണ്ട് കഴിയുമ്പോ തന്നെ
ഡെഫിനറ്റ്ലി നമുക്ക് വാക്കിൻസ് വന്നു തുടങ്ങും. ഇപ്പൊ അതൊക്കെ ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് അത് മൂവ് ചെയ്യണം. മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര വാക്കിൻസ് വരും, എന്താണ് ആൾക്കാരുടെ ഇഷ്ടം, ആൾക്കാരുടെ റിക്വയർമെന്റ് എന്താ. ഇപ്പൊ നമ്മള് കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. നാട്ടിലുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പല കമ്മ്യൂണിറ്റിയുടെ പല പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവച്ചാലും ചിലതൊക്കെ ചിലപ്പം ഒരു 1.5 വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് ഇവിടെ നമുക്ക് പോകുന്നത് ഇതാണ്, നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതാണ്, നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടം ഇതാണ്. ആ ഇഷ്ടം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ശരിക്കും അവര് പിന്നീട് പിന്നെ നമുക്ക് ദൈവം സഹായിച്ചൊരു കാര്യം, ഇപ്പൊ ഉള്ള കസ്റ്റമറിൽ എല്ലാവരും എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് തന്നെ ഒരു കാറ്റഗറിയിലേക്ക് വന്നവരാണ്. അത് വീണ്ടും വീണ്ടും അവർ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഡെയിലി വരുന്ന സെയിലും അങ്ങനെ തന്നെയാണ്. പോയവർ തന്നെ, അതായത് വാങ്ങി പോയിട്ടുള്ളവർ തന്നെ തിരിച്ചു വീണ്ടും അവരവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരും. ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് എന്നവരൊക്കെ വരുന്നവരാണ് കൂടുതലും. അപ്പൊ അങ്ങനൊരു കാര്യമാണ് ഫൽഗുണിയില് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തന്നെയും ഏറ്റവും എന്താ പറയാ ഫസ്റ്റ് കസ്റ്റമറിന് ഇന്നും രശ്മിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ ആണെങ്കിലും വേറെയും ചില കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവര് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടെന്നും പറഞ്ഞില്ലേ. അപ്പൊ അവര് വന്നു കഴിയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അവർ വരുന്നത് ഒബ്വിയസ്ലി അവർക്ക് ഫൽഗുണിയുടെ ഡ്രസ്സുകൾ ഇഷ്ടമായതുകൊണ്ടും വാങ്ങി അത് അവർക്ക് ശരിക്കും വേർത്ത് ആയിട്ട് തോന്നിയത് കൊണ്ടാണല്ലോ. അങ്ങനെയുള്ളവർ ഇവിടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലോ ഫോണിൽ കൂടി ആണെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും അവരുടെ ഒരു എന്താ പറയാ അവര് പലരും സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ വാക്കുകളിലൂടെ അവർ പറഞ്ഞ എന്തെങ്കിലും നല്ലൊരു ഓർമ്മ അവരിഷ്ടപ്പെട്ടിട്ട് അല്ലെ അവർ ആ വസ്ത്രം ഇട്ടിട്ട് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ അപ്രീസിയേഷൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ? അതിൽ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആള് തന്നെ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഒപ്പീനിയൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ഒരു കാര്യം. പിന്നെന്ന് വെച്ചാൽ കുറെ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഷെയർ ചെയ്യും. അവര് സാരി ഉടുത്തിട്ടുള്ള പിക്കുകളും ഒക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പൊ ഞാൻ അവരുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടിട്ട് ഐ മീൻ അവർ എപ്പോഴും എനിക്കൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ വെറുതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങളെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല പൊതുവെ. അപ്പം അല്ലാതെ എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നവരുണ്ട്. അതായത് ഉടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ വേറെ കളേഴ്സ് വന്നിട്ടുണ്ടോ, എന്റെ കുറെ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ പല മെറ്റീരിയൽ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. ഇപ്പം നമ്മള് എന്താ പറയാ ചുങ്കടി സാരീസ് ഒക്കെ വന്ന സമയത്ത് ചെക്ക് പാറ്റേൺ വന്നപ്പോ അത് ഒറ്റ സെഗ്മെന്റിൽ ആൾക്കാർ 12-13 എണ്ണം എടുത്ത് പോയവരുണ്ട്. അപ്പൊ പിന്നീട് ആ സാരി വന്ന് നോക്കുമ്പോൾ ചിലപ്പം അടുത്ത ആഴ്ചയിൽ ഇത് കണ്ടിട്ട് വരുന്നവർക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീണ്ടും മാനുഫാക്ചററെ അറിയിച്ചിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നല്ല റിവ്യൂസ് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. പലരും പൂനെ, നമ്മുടെ ഹൈദരാബാദ്, അതായത് ഇവിടുന്ന് തന്നെ ഇപ്പൊ പെൻകലംകാരി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. അപ്പൊ പെൻകലംകാരിക്ക് എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത്, ഇവിടുന്ന് നമ്മൾ കുർത്തകൾ ചെയ്തിട്ടത് എനിക്ക് അതേ ലൊക്കേഷനിലുള്ള ആള് തന്നെ, അത് ഹൈദരാബാദും ഇതും തമ്മിൽ വലിയ ഡിസ്റ്റൻസിൽ വരുന്നില്ല. ഉണ്ട് ഡെഫിനറ്റ്ലി ഒരു 6 to 7 to 8 hours വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ 8 hours വ്യത്യാസം ഉണ്ടായിട്ട് പോലും അവർ ആ ഒതന്റിക് ആയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു കണ്ട ഉടനെ അവരെന്റെ അത് കുർത്ത വാങ്ങുകയും അവരവിടെ എത്തിയതിനു ശേഷം ഇത് ഒതന്റിക് ആണ്, അവർക്കൊരു 100 ഡൗട്ട് ആയിരുന്നു, ഇത് ഒതന്റിക് ആണോ, നിങ്ങൾ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യം തന്നെയാണോ എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു 100% അത് തന്നെയാണ്. ആ കിട്ടിക്കഴിഞ്ഞപ്പോ അവരൊരു സന്തോഷം ഉണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് തന്നെയാണ്. അതെ കിട്ടി. അപ്പൊ അതേ സ്ഥലത്തുനിന്ന് തന്നെ നമ്മളുടെ വന്നത് വാങ്ങുമ്പോ അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കണമല്ലോ, ഈവൻ അത് ഓൺലൈൻ ആണെങ്കിൽ കൂടെ. ഓക്കെ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലോത്തിങ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പൊ ഈ 3 yearsനുള്ളിൽ ഒരു ഡാമേജ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. 2-3 എണ്ണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വാഷ് കെയർ നമ്മൾ പറയാറുണ്ട് പൊതുവെ. വാഷ് കെയർ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് വെറ്റ് ആയിട്ടുള്ള ഓവർ സ്വെറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോ വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിലാണ് അത് കൂടുതലും പ്രൊജക്ട് ചെയ്യുക. അപ്പം സ്വെറ്റ് ഉള്ളവർക്ക് അത് വെയിലത്തൂടെ ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവർ സ്വെറ്റ് ആവും, അത് യൂഷ്വലി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഡാമേജ് എന്ന് വെച്ചാൽ കളർ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതൽ. അത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, അത് നിങ്ങൾ അതുകൊണ്ട് ഇനിഷ്യൽ കെയർ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു കേസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ചിലർ അത് ഇത് തന്നെ സെയിം തന്നെ അറിയാണ്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള കേസുകളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളവർക്ക് നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പം പിന്നെ വേറെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഇതുവരെ അങ്ങനൊന്നും. ഈ ഫാൽഗുണിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടുത്തെ കളക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ തന്നെ പലതവണ ഞാനൊക്കെ എത്രയോ തവണ നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാരീസും ചുരിദാറും റെഗുലർ വെയറും ഫംഗ്ഷൻ വെയറും അങ്ങനെ ഒരുപാടുണ്ട്, ക്ലച്ചസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സംഭവങ്ങളെല്ലാം രശ്മിയും രാഹുലും നിങ്ങൾ ഇത് എങ്ങനെ ഇത്രയും
ഓരോ എക്സ്ക്ലൂസീവ് പ്രോഡക്ട്സും ഉണ്ട് ഇവിടെ. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്യാണോ? അതും ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? അതോ നിങ്ങൾ ഫോണിലൂടെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വരികയാണോ സാധനങ്ങളെല്ലാം? അല്ല, നമ്മള് രണ്ടുപേരും പൊതുവെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഉം. അതിപ്പോ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അങ്ങനെ തന്നെയാണ്. ഉം. അപ്പം ഈ ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ബിസിനസ്സിൽ ശരിക്കും ഒരു ഏജന്റോ അങ്ങനെ ഒരു മീഡിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്തും എത്തിയിട്ട് അതിന്റെ ഒതന്റിസിറ്റി ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു കാര്യം സെയില് പാർട്ട് കസ്റ്റമർ ഇതൊക്കെ പിന്നീട് വരുന്ന ഒരു കാര്യമാണ്. അതിനു മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റിന്റെ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ആ പ്ലാനിങ് സെഗ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏത് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും, അത് റിയൽ ആണോ. അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഫോണിൽ കൂടെ ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നും അവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പോയി ട്രാവൽ ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഹാൻഡ്ലൂമിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഹാൻഡ്ലൂമിന്റെ പ്രൊഡക്റ്റ് നാട്ടിലെല്ലാവരും ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് വിൽക്കുന്നത് പലതും ഹാൻഡ്ലൂം അല്ല. അത് നമ്മൾ പോയി ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ ഹാൻഡ്ലൂം ചെയ്തെടുക്കുന്നത്, ഇതിന് എത്ര എഫേർട്ട് ഉണ്ട്, എത്ര പേരുടെ വർക്ക് ഉണ്ട് അതില്, എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പോയാലേ മനസ്സിലാവും. ഇത് പോയി മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അറിയാം അതൊരു അഫോർഡബിൾ, അതൊരു 2000-3000 രൂപയ്ക്ക് കിട്ടുന്ന അല്ല. പട്ടുസാരികൾ പൊതുവെ ഹാൻഡ്ലൂം പട്ടുസാരികളൊന്നും ഒരിക്കലും നമുക്ക് 2000-3000 രൂപയ്ക്ക് കിട്ടില്ല. കാരണം അത് പവർ ബേസ്ഡോ മെഷീൻ ലൂമോ അങ്ങനത്തെ കാറ്റഗറി വരുന്ന കാര്യങ്ങളല്ല. ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, ആ മനുഷ്യന്റെ സമയം, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു സാരി നെയ്തെടുക്കുന്നത്. അത് ചിലത് ചിലപ്പോൾ 3-4 ദിവസം നെയ്തെടുക്കാം, ചിലത് ഒരാഴ്ച എടുക്കാം, ചിലത് മാസങ്ങളോളം എടുക്കാം. അത് ആ പേഴ്സണെയും ആ മെറ്റീരിയലിനെയും അതിലുള്ള ഡിസൈനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സാരി നെയ്ത് വരുന്നത്. അപ്പം ഇത് പലപ്പോഴും നമ്മൾ പോയി കണ്ടെടുത്താൽ മാത്രമേ അതിന് എഫേർട്ട് ഉള്ളതാണോ, അതിന് എത്രത്തോളം സമയം അവർ ചെലവഴിച്ചിട്ടുണ്ട്, ഇതവര് പറയുന്ന പ്രൈസും ഇപ്പൊ നമ്മള് കാണുന്ന ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ് നമ്മുടെ നാട്ടില് നമ്മൾ ഈ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനുള്ള വേരിയേഷൻസ്, ഒരു പ്രൈസ് വേരിയേഷൻസ് എന്തായാലും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും. അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിടയ്ക്ക് ഒരു മീഡിയേറ്ററിനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാം ഈ പ്രൊഡക്റ്റ് ആവണം എന്നില്ല. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും, സെയിം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. സെയിം കാണുമ്പോൾ മനസ്സിലാവില്ല. ചിലര് വന്നിട്ട് പറയും ഇതേ സാരി ഇതേ കാര്യം നമ്മള് വേറൊരു ഓൺലൈനിൽ കണ്ടു, അപ്പം 2000 ഉള്ളൂ, അപ്പൊ ഇവിടെ ഇത്രയും വിലയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മാം ഇത് കളറിൽ അത് തന്നെയായിരിക്കാം, ബോർഡർ അത് തന്നെയായിരിക്കാം, പക്ഷെ വേ ഓഫ് മേക്കിംഗ് എന്നൊരു സംഭവം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതിനാണ് ശരിക്കും വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പോയി ഉറപ്പ് വരുത്തിയിട്ട് ആ കാര്യങ്ങൾ എടുത്തിട്ട് വരാറുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ടാണ് പോയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊരു മാനുഫാക്ചറിങ് ചെയ്യുന്ന മേഖലകളുണ്ട്. ഇപ്പം ജ്വല്ലറി സെഗ്മെന്റ് നമുക്കൊരു ചെറിയ പാർട്ടാണുള്ളത്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്, ആളെ ഇരുത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വസ്ത്രങ്ങളുടെ മാത്രം, ഹാൻഡ് ബ്ലോക്ക് പോലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തു തരാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ചിക്കൻ കറി പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ആ നാട്ടിലെ ആളുകൾ തന്നെ ഇരുന്ന് ആർട്ട് കിട്ടിയാൽ മാത്രമേ അതിന്റെ ഒരു ഒതന്റിസിറ്റി അത്രേ ആവുള്ളൂ. അപ്പൊ അങ്ങനെ സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഇതിൽ എന്തായാലും നമ്മൾ പോയി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഒന്നിലേക്ക് ഫിക്സ് ആവുള്ളൂ. അതിനെനിക്ക് കുറച്ച് ടൈം എടുക്കും. അതങ്ങനെ വെറുതെ ഒരു കാര്യം എനിക്ക് വേണം, ഉടനെ ഞാൻ ഒരാളെ ഫോൺ വിളിക്കുന്നു, കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിനെ അറേഞ്ച് ചെയ്യുന്നു, അയാൾക്കുള്ള ഇപ്പം മീഡിയേറ്റർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ബിസിനസ് പാർട്ടും കൂടെ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെയല്ല, ഡയറക്ട്ലി ഫ്രം വീവേഴ്സ് ആൻഡ് ആർട്ടിസൻസ് എന്നാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഫാൽഗുണിയിൽ വരുന്നത്. അതേപോലെ തന്നെ ഫാൽഗുണിയുടെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത ഞാനിവിടെ കണ്ടത്, ഇവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇവർ എത്രത്തോളം നോക്കുന്നു എന്നുള്ളൊരു കാര്യം, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് രാഹുലിനെയും എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ, അത് ബിൽഡിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ ഫാൽഗുണിയുടെ കാര്യത്തിലായിക്കോട്ടെ, എന്താണേലും ഇവർ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റിൽ കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളതും, അതിനകത്ത് ജെനുവിനിറ്റി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ രശ്മി പറഞ്ഞ പോലെ തന്നെ നേരിട്ട് കണ്ട് പ്രൊഡക്റ്റിന്റെ ആ ഒരു ഒതന്റിസിറ്റി മനസ്സിലാക്കിയിട്ട് ജെനുവിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൽഗുണിയും നവേരയുടെയും ഇവരുടെ എല്ലാ പ്രോഡക്ട്സും വളരെ ജെനുവിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരെപ്പോഴും മനസ്സറിഞ്ഞാണ് കൊടുക്കാറുള്ളത്. അതേപോലെ ഫാൽഗുണിയിലെ വേറൊന്നുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ചിങ്
യൂണിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് സൈസസ്, ഓരോ സൈസിലുള്ള കുർത്തീസും ചുരിദാർസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അത് നമുക്ക് സൈസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓൾട്ടർ ചെയ്ത് ഇവർ തരും. ഏറ്റവും വലിയൊരു അന്ന് രശ്മി പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി, അതെനിക്ക് ഞാൻ ഓൾട്ടർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയി, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത് വീണ്ടും ടൈറ്റ് ആവുന്നു, അല്ലെങ്കിൽ എനിക്ക് ലൂസ്. പക്ഷെ വീണ്ടും നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ വീണ്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വീണ്ടും നമുക്കത് ചെയ്തു തരും. അത് എത്ര സ്ഥലത്ത് അങ്ങനെ ചെയ്തു തരും എന്ന് എനിക്ക് അറിയണില്ല. അതും ഒക്കെ അത് ഇവരുടെ പ്രൊഡക്റ്റിലുള്ള ഇവർ കാണിക്കുന്ന അതൊക്കെ എനിക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യങ്ങളാണ്. അതെ, സർവീസ് പോയിന്റ് എപ്പോഴും ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊരാൾ വന്ന് കയറി നമ്മളുടെ ഇത് കഴിഞ്ഞ് ബിസിനസ് കഴിഞ്ഞു എന്നല്ല, ഇപ്പൊ ചില കാര്യങ്ങളിൽ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആസ് എ ലേഡി നമുക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു 6 months കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മള് എന്താ ഫിസിക്കലി നമ്മൾക്ക് മാറ്റങ്ങൾ വന്നാൽ തന്നെയും ആ ബ്രാൻഡിന്റെ അടുത്ത് നമുക്ക് ഇത് വെളിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ വീണ്ടും പേ ചെയ്യണം, വീണ്ടും ഓൾട്ടർ ചെയ്യണം. അപ്പൊ അവര് വരുന്ന വഴിയോ അല്ലെ പോകുന്ന ഇവിടുന്ന് പിന്നെയും വന്ന് ഇവിടുന്ന് സാധനം വാങ്ങിയാലേ ചെയ്തു കൊടുക്കൂന്നല്ല, അത് കൊണ്ടുവരുന്നവരുണ്ട്. 8 months ശേഷമൊക്കെ ഇവിടെ വന്നിട്ട് അവര് വെളിയിൽ പോയിട്ട് NRIs തിരിച്ചു വന്നിട്ട് ഇവിടെ നമുക്ക് ക്ലോത്ത് കൊണ്ട് തന്നിട്ട് ഇത് ചെയ്തു തരുമെന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് അതിനെന്തായാലും പ്രശ്നമല്ല, വേറെ ഔട്ടിംഗ് ഒക്കെ പോയിട്ട് വന്നാൽ മതി, നമ്മൾ ചെയ്ത് വെച്ചേക്കാം. അതിപ്പോ ഇട്ട ഡ്രസ് ആയാലും അവര് നീറ്റ് ആയിട്ടല്ലേ കൊണ്ട് തരുന്നത്, അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം. ഇത്രയധികം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ട്, സർവീസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതെങ്കിൽ രാഹുലോ രശ്മിയോ ബിസിനസ്സിലുള്ള ആൾക്കാരുമല്ല, നിങ്ങൾ ബിസിനസ് ഇതിനു മുമ്പേ കണ്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ ത്രൂ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്തെടുത്തതാണോ ഇങ്ങനത്തെ പല കാര്യങ്ങളും? എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഭാഗമാണ്. ഓരോ വർഷം കഴിയുന്നവരും അറിവുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡെയിലി ബേസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 2 മക്കളെ പോലെയാണ് നവേരയും ഫൽഗുണിയും. അപ്പൊ മക്കളെ കുറ്റം പറയാതിരിക്കാനുള്ളൊരു കാര്യമായിരിക്കണം നമ്മള് അതിന്റെ പേരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ട കാര്യം. അപ്പൊ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും ചെയ്തു വെക്കണം. ഡെഫിനറ്റ്ലി ഇപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് പറ്റില്ല. ഒരു മാർക്കറ്റിൽ വരുമ്പോ ചിലപ്പോ എല്ലാരും നമ്മുടെ കസ്റ്റമറും അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ വരുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ളൊരു 95+ അങ്ങനെ ഒരു പെർസെന്റേജിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം എന്നൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൽ ബിസിനസ്സുകാരല്ലാഞ്ഞിട്ട് കൂടി നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഇതിനകത്തും എന്താ പിന്നെ രശ്മി പഠിച്ചത് എന്താണ്? ഞാൻ MTech ആണ്, MTech കഴിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് സൈഡിലേക്ക് ബിൽഡിംഗ് സൈഡിലും അപ്പൊ എനിക്ക് തോന്നാറുള്ള കാര്യം വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പവറാണ് ശരിക്കും. നമുക്ക് എഡ്യൂക്കേഷൻ കൂടുന്തോറും നമുക്ക് ചില കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ളൊരു സ്കില്ല് അത് വളരെ വലുതാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ നമ്മൾ ഡിഗ്രി ലെവലിൽ നിന്നിട്ട് ഞാൻ നിൽക്കുന്നത്തെ രശ്മി അല്ല. ആക്ച്വലി ഞാൻ PG കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ ഒരു ബോൾഡ്നെസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പരീക്ഷണങ്ങളാണല്ലോ, പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണല്ലോ, കുറച്ചുകൂടെ എനർജി, ബോൾഡ്നെസ്, അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ബിസിനസ്സിൽ അത് ഗുണകരമായിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അത് ബിസിനസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ഫൽഗുണിയുടെ എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞു. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേറൊരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? ഈ 2 പ്രൊജക്ടുകളിൽ നിൽക്കുകയാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു 3rd പ്രൊജക്ട് കാണുന്നുണ്ടോ? തേർഡ് ബേബിനെ മനസ്സിൽ കാണുന്നുണ്ടോ? അല്ല, തേർഡ് ബേബിനെ മനസ്സിൽ കാണുന്നുണ്ടോ എന്ന്? തേർഡ് ബേബി എന്ന് പറയാൻ വേണ്ടി ഇതിന് എന്താ പറയാ, നവേര ബിൽഡേഴ്സിനോടൊപ്പം തന്നെ ഒരാളും കൂടി ഉണ്ട്. നവേര ഇന്റീരിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇന്റീരിയർ ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് പിന്നെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇപ്പൊ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. വർക്കുകൾ വന്നാൽ നമ്മൾ ചെയ്യും. അപ്പൊ രശ്മി ഇന്റീരിയർ ചെയ്ത് കൊടുക്കും? ഇന്റീരിയറിൽ പ്ലാനിങ്ങിലുണ്ട്. അതെ, അത് എന്റെ സ്വന്തം കമ്പനിയാണ്. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യണോ? അല്ല, നവേര ഇന്റീരിയേഴ്സിന്റെ ഭാഗമാണ്. ശരിക്കും നമ്മൾ ഫൽഗുണിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഇന്റീരിയർ ഡിവിഷന്റെ വർക്കുകളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ പോകണം. അപ്പൊ എന്തായാലും ഈ രാഹുലിന്റെയും രശ്മിയുടെയും സ്വപ്നങ്ങൾ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണട്ടെ, എന്നാലേ നമുക്ക് കൂടുതലായിട്ട് ഓരോന്നും കിട്ടുള്ളൂ. രശ്മി, 3 yearsല് ഫൽഗുണിയില് രശ്മി ഏറ്റവും കൂടുതൽ, രശ്മി നമുക്ക് പറയാലോ, നമുക്ക് കസ്റ്റമേഴ്സ് ആണ് ഒബ്വിയസ്ലി, നിങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവേണ്ടത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് തന്നെയാണ്. എന്നാലും രശ്മിക്ക് എന്താണ് തോന്നുന്നത് ആക്ച്വലി? കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഒരു പുതിയ ബ്രാൻഡായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ഒരു ട്രസ്റ്റിന്റെ പാർട്ടാണത്.
വിശ്വസിച്ച് നമ്മളെടുത്ത് വന്നൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് പോവുക, അത് വീണ്ടും വരിക, അവർക്ക് അറിയുന്നവരോടൊക്കെ പറയുക, അതൊരു വലിയ കാര്യമാണ്. അത് അവരോടാണ് എനിക്കൊരു ബിഗ് താങ്ക്സ് ഉള്ളത്. പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തീർച്ചയായിട്ടും. കാര്യങ്ങളും അതെ നടക്കില്ല. അതെ. അപ്പം അതൊരു എന്താ പറയാ, നമ്മളെ അറിഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് എൻ്റെ ഹസ്ബൻഡ് നിങ്ങൾ 100% ഒരുമിച്ചാണല്ലോ. ഒരുമിച്ചാണ്. ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ അതിന് എപ്പോഴും ഒരു സമയം നമ്മൾ എല്ലാത്തിനും കണ്ടെത്തണമല്ലോ. ഉം. ആ സമയം കണ്ടെത്തുമ്പോൾ എൻ്റെ ഈ പാഷൻ പറഞ്ഞ സമയത്ത് ഉം. എന്നെ ഏറ്റവും കൂടുതൽ അതിലേക്ക് എന്താ പറയാ, അത് ചെയ്യാൻ പറ്റും, അത് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനൊരു എനർജി, ഒരു ബൂസ്റ്റപ്പ് ഒക്കെ എനിക്ക് Lucky you. തന്നൊരു വ്യക്തി കൂടിയാണ്. ആ, അപ്പം അതെനിക്കൊരു വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. തീർച്ചയായിട്ടും. നമ്മളൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പൊ നമ്മളൊന്ന് പുഷ് ചെയ്യുന്ന പോലൊരു Yes. എഫേർട്ട് കിട്ടിയ ഒരു കാര്യമായിരുന്നു അത്. പിന്നെ എൻ്റെ പേരൻസ്, ഇപ്പൊ ഹസ്ബൻഡിന്റെ പേരൻസ് ആയാലും എൻ്റെ പേരൻസ് ആയാലും എൻ്റെ ബ്രദർ ആയാലും ഫാമിലി ആയാലും ഒക്കെ അവര് 100% നമ്മളോട് ഇത് നോ പറയില്ല. ഉം. അത് ഇന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്, ഉം. ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പലതും ഞാൻ സർപ്രൈസ് ആയിട്ടാണ് ചെയ്ത് കാണിക്കാറ്. ഉം. അല്ല, ഈവൻ എൻ്റെ ഷോറൂം തുടങ്ങിയത് പോലും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഷോറൂം തുടങ്ങി അന്നാണ് അറിയുന്നത് ഞാൻ ഷോറൂം തുടങ്ങുകയാണ് ഇത്രയും പ്രൊഡക്റ്റുമായിട്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഞാൻ സർപ്രൈസ് പൊതുവെ കൊടുക്കുന്ന ഒരാളാണ്. Okay. അതായത് അവര് ഹാപ്പി ആയിരിക്കണം, ഞാൻ കാരണം അവർക്കൊരു എന്താ പറയാ വിഷമം ഉണ്ടാവാൻ വിഷമം ഉണ്ടാകാൻ പാടില്ല. പാടില്ല, ഉം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ. അപ്പം Okay. എന്നോട് അങ്ങനെ ഒരു നോ പൊതുവെ എൻ്റെ ഒരു കരിയർ റിലേറ്റഡ്, എൻ്റെ ഒരു എഡ്യൂക്കേഷനിലായിക്കോട്ടെ, പഠിക്കണം എന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ കരിയർ ആയാലും അതിലേക്ക് വരുമ്പോഴും അതിലെല്ലാവരും എനിക്ക് കൂടുതൽ അതിലുപരി എന്തൊക്കെ എനിക്ക് ആകാം എന്നുള്ളതിനുള്ളൊരു സ്വപ്നം കാണാനുള്ള അവസരമാണ് എനിക്ക് കൂടുതൽ തന്നിട്ടുള്ളത്. ആ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നും. അവരോടാണ് അതിലേറെ താങ്ക്സ് ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. ഈവൻ ഹസ്ബൻഡിനോടായാലും ഒന്നും അങ്ങനെയല്ല. ഭാഗ്യാണ് രശ്മി അങ്ങനെ ഒരു അതിന്റെ കൂടെ കിട്ടുക എന്ന് Yeah. പറയുന്നത് ശരിക്കും അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ അച്ചീവ്മെന്റ്സിലെല്ലാം അവരുടെ എന്താ നമ്മളുടെ ഹാർഡ് വർക്ക് നമ്മളിപ്പോ എപ്പോഴും പ്രൊജക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇതിനൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ കുറഞ്ഞ കാലയളവായിരിക്കാം. തന്നോണ്ടാണല്ലോ അതെ, ഇത്ര അധികം. അവരുടെ അത്രയും എഫേർട്ടിന്റെ റിസൾട്ട് ആണ് ശരിക്കും. ഉം. ഇപ്പൊ അച്ഛനമ്മമാരുടെ ജനറേഷന്റെ എഫേർട്ടാണ് ഇപ്പൊ കിട്ടിയ, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം ചിലപ്പം ഉം. അതിനുള്ള ഒരു പാർഷ്യലുള്ള അതിന്റെ റിസൾട്ട് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഉം. അപ്പൊ അവര് തന്നെയാണ് ശരിക്കും ഞാനും. Okay. അല്ലെ, അവരുടെ മനസ്സായിരിക്കണം അവരുടെ കുട്ടികളും. Beautiful. ആ, അതെ അപ്പൊ ആ ഒരു താങ്ക്സ് ആണ് എനിക്ക്. അവരോട് താങ്ക്സ് എന്ന് പറയാൻ പറ്റില്ല, Yes. ശരിക്കും അതെ. അവരത് അനുവദിച്ചിട്ടുള്ള വഴി ആയതുകൊണ്ടിട്ടാണ് എനിക്ക് അവർ അങ്ങനെ അതിനുള്ള നിൽക്കാൻ ഒരു പറ്റുന്നത്. സാഹചര്യം ഒരുക്കി തന്നു, അതിനുള്ള അതെ, ഫ്രീഡം തന്നു, തന്നു. അങ്ങനെ ഒരു സ്പേസ് തന്നത് കൊണ്ട് രശ്മിക്ക് അവിടെ ഭംഗിയായിട്ട് അവിടെ അതെ, ഫ്ലറിഷ് ചെയ്യാൻ പറ്റി. എന്നോട് അതാണ് നോ ആക്ച്വലി. എന്നൊരു വേർഡ് പറയാറില്ല പൊതുവെ, ഇന്ന കാര്യം ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ അതിന് ഒരു പടി മുകളിലാക്കാൻ വേണ്ടി നോക്കുള്ളൂ, എപ്പോഴും ഒരു എപ്പോഴും നോക്കുള്ളൂ. സസ്പെൻസ് ആയിട്ട് ഒരു നല്ല കാര്യം Okay. ചെയ്തു കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഒരേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഫൽഗുനിൽ ഇപ്പം ഇത് തൃശ്ശൂരാണെങ്കിൽ പോലും ഇപ്പോൾ രശ്മി ഓൺലൈനിലൂടെയും നമ്മുടെ ഫൽഗുനിലെ പ്രോഡക്ട്സ് ഒക്കെ എത്തിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ വാക്ക് ഇൻ കസ്റ്റമേഴ്സ് എത്തുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണോ അതോ കേരളത്തിന്റെ ബാക്കി ഭാഗത്തു നിന്നും ആൾക്കാർ ഇപ്പം എത്തുന്നുണ്ടോ? നമുക്ക് കൂടുതലും തൃശ്ശൂർ തന്നെയാണ്. പിന്നെ സെക്കൻഡ് പൊസിഷൻ എനിക്ക് തോന്നുന്നു എറണാകുളം, പിന്നെ കോഴിക്കോട് നിന്ന് വരാറുണ്ട്. പിന്നെ വരുന്നത് കണ്ണൂർ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ വരുന്നതൊക്കെ ഔട്ട് ഓഫ് കേരളയാണ്. ഇപ്പൊ നമ്മളുടെ ചെന്നൈ, പൂനെ, ഹൈദരാബാദ്, പിന്നെ വെസ്റ്റ് ബംഗാൾ, ഈ സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്, കൂടുതലും വരുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ മാത്രം, ഇപ്പൊ ഞാനൊരു എന്ത് കാര്യത്തിലും പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ പോലെയാണ്. നമ്മളൊരു കാര്യം ഓരോരുത്തരും ഓരോ എഞ്ചിനായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കത് വർക്കിലേക്ക് മൂവ് ചെയ്ത് സക്സസിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്നോടൊപ്പം എന്നെ വിശ്വസിച്ച് എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അതിലൊരു പാർട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചു. ഇവിടെ ഒരു വരുന്ന ആൾക്കാരോട് ഒരു സ്മൈലോട് കൂടി സംസാരിച്ച് ഡീൽ ചെയ്യാൻ പാകത്തിനുള്ള എംപ്ലോയീസ് ആണ് എനിക്കുള്ളത്. എംപ്ലോയീസ് എന്നല്ല, എന്റെ ടീം മെമ്പേഴ്സ് അവരാണ് എനിക്കുള്ളത്. അതുകൊണ്ടുകൂടെ തന്നെയാണ് എനിക്ക് എനിക്ക് രണ്ട് കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹെഡേക്ക് ഉണ്ടാക്കി തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ചിലപ്പം അതൊന്നും പറ്റില്ല. അപ്പൊ ഇതെല്ലാം റിലേറ്റഡ് ആണ്, എല്ലാം ഒരു ടീം വർക്ക് ആണ്. അപ്പൊ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്നല്ല, ഒറ്റയ്ക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അവരെ പോലുള്ള എന്റെ വേവ് ലെങ്തിന് മാച്ച് ആവുന്നവരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത്. എനിക്കെപ്പോഴും എന്റെ വേവ് ലെങ്തിന് പറ്റിയ ആൾക്കാരെ കിട്ടിയാൽ മാത്രമേ എനിക്ക് അതിന്റെ റിസൾട്ട് ഫോക്കസ്ഡ് ആക്കാൻ പറ്റുള്ളൂ. അത് എന്ത് വേവ് ലെങ്ത് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ ചിലപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം. അതിനനുസരിച്ച് ഒരാൾക്കാർ വരുമ്പോ ഔട്ട്പുട്ടും നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എല്ലാം വർക്ക് ചെയ്യും,
ഹാർഡ് വർക്ക് ചെയ്യേണ്ട പ്രായത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അത് നിന്നിട്ട് അർപ്പിക്കും. ഭഗവാൻ കാണുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന, അതെ. അതാണ് ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ബ്യൂട്ടിഫുൾ.